ചന്ദ്രമതി വളവിലെ താന്നിമരത്തിന്റെ ചുവട്ടിൽ തന്റെ മാർഗം മുടക്കി നിൽക്കുന്ന ഇരുണ്ട രൂപം നാരായണന്റെ മനസ്സിൽ ഒരു വിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും അതൊരു മനുഷ്യനാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് നാരായണൻ മുന്നോട്ട് നടന്നിരുന്നത്. മനുഷ്യരാണെങ്കിൽ തന്നെ ഉപദ്രവിക്കില്ല. ചെമ്പകത്തോപ്പിൽ തനിക്ക് ശത്രുക്കളില്ല. ഇനി മുന്നിലുള്ളത് ഒടിയനോ അറുകൊലയോ വഴിമുടക്കിയോ ആണെങ്കിൽ ഒരു കൈ നോക്കാം എന്ന ആത്മവിശ്വാസവും ഉള്ളിലുള്ള കള്ള് നാരായണന് നൽകിയിരുന്നു. ചന്ദ്രമതി വളവിലെ താന്നിമരത്തിന്റെ അടുത്തെത്തിയതും വഴിമുടക്കി നിൽക്കുന്ന രൂപത്തിന്റെ മുഖത്തേക്ക് നാരായണൻ തന്റെ കയ്യിലിരുന്ന ടോർച്ച് മിന്നിച്ചു. ആ ടോർച്ചിന്റെ പ്രകാശത്തിൽ കണ്ട മുഖം നാരായണനെ ഞെട്ടിച്ചു കളഞ്ഞു. മുന്നിൽ യക്ഷിയോ ഗന്ധർവനോ ആയിരുന്നെങ്കിൽ നാരായണൻ ഇത്ര കണ്ട് ഭയപ്പെടില്ലായിരുന്നു. ചെമ്പകത്തോപ്പിൽ തനിക്ക് ശത്രുക്കളില്ല എന്ന വിശ്വാസം തന്റെ അധികമായുള്ള ആലോചനയുടെ കുറവ് കൊണ്ടാണെന്ന് നാരായണൻ അപ്പോൾ ഓർത്തു. മുന്നിൽ നിൽക്കുന്നത് ചെമ്പകത്തോപ്പിലുള്ള തന്റെ ഒരേ ഒരു ശത്രു തന്നെ, മനുഷ്യൻ തന്നെ, കണ്ണൻ. നാരായണന്റെ വായിൽ നിന്ന് ഭയം കലർന്ന ശബ്ദത്തിൽ ആ പേര് പുറത്തു വന്നു. അതെ, കണ്ണൻ തന്നെ. നിങ്ങൾ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കണ്ണൻ ചിരിച്ചു. അതൊരു കൊലച്ചിരിയായാണ് നാരായണന് തോന്നിയത്. കണ്ണനെ ഒരു പാവം പയ്യനായാണ് അയാൾ കരുതിയിരുന്നത്. പക്ഷേ ഇവൻ അത്ര പാവമല്ല എന്ന് നാരായണന് കവലയിൽ വച്ചുണ്ടായ കശപിശയ്ക്കിടെ നല്ലതുപോലെ മനസ്സിലായിരുന്നു. കണ്ടാൽ ഒരു ചെറിയ പയ്യനാണെങ്കിലും ശരീരത്തിന്റെ ഏതു ഭാഗത്ത് എങ്ങനെ ഇടിക്കണമെന്ന് ഇവന് നന്നായി അറിയാമെന്ന കാര്യത്തിൽ നാരായണന് എതിരഭിപ്രായമുണ്ടായിരുന്നില്ല. 2 ദിവസമാണ് കഫം തുപ്പിയും മൂത്രം പോകാതെയും നാരായണൻ കിടന്നത്. അതോർത്തപ്പോൾ തന്നെ അയാൾ പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. നാരായണേട്ടൻ എവിടെ പോകുന്നു? ചിരിച്ചുകൊണ്ട് തന്നെ കണ്ണൻ ചോദിച്ചു. മറുപടിയൊന്നും പറയാതെ നാരായണൻ തുപ്പല് വിഴുങ്ങി നിന്നു. നല്ല ശാന്തസുന്ദരമായ രാത്രി അല്ലേ? നാരായണേട്ടനെ ഇവിടെ വച്ച് ഞാൻ തല്ലിയാലും കൊന്നാലും ആരും വരാൻ പോകുന്നില്ല രക്ഷിക്കാൻ, മാധവൻകുട്ടി പോലും അല്ലേ നാരായണേട്ട? ആ ഒരു ചോദ്യവുമായി കണ്ണൻ നാരായണന്റെ അടുത്തേക്ക് വന്നു. നാരായണൻ മറുപടിയൊന്നും പറഞ്ഞില്ല. നാരായണൻ അറിയാമായിരുന്നു കണ്ണനെ എതിരിടാനുള്ള കായബലമൊന്നും തനിക്കില്ല. കണ്ണൻ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. ഇവൻ തന്നെ കൊല്ലാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ രക്ഷിക്കാൻ ആരുമെത്തില്ല. അതുകൊണ്ട് തുടർന്ന് ജീവിക്കണമെങ്കിൽ സത്യമെല്ലാം തുറന്നു പറയുകയാണ് ഒരേ ഒരു വഴി. കണ്ണൻ വന്ന് നാരായണന്റെ ചുമലിൽ കൈവച്ചു. നാരായണൻ നടുങ്ങിപ്പോയി. അയാൾ പരിഭ്രാന്തി നിറഞ്ഞ കണ്ണുകളോടെ കണ്ണനെ നോക്കി. നാരായണേട്ടാ, നന്ദിനിയുടെ കാര്യത്തിൽ എന്താണ് നടന്നതെന്ന് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഒന്ന് പറഞ്ഞേ. ഇല്ലെങ്കിൽ ഒരു വള്ളിയിൽ ചന്ദ്രമതി തൂങ്ങി മരിച്ച ഈ താന്നിമരത്തിൽ നാരായണേട്ടനും തൂങ്ങിക്കിടക്കും. സംശയമുണ്ടോ? ഇല്ല, നാരായണൻ വിക്കി. കണ്ണൻ എന്തും ചെയ്യും എന്ന കാര്യത്തിൽ നാരായണന് ഒരു സംശയവുമില്ലായിരുന്നു. എങ്കിൽ പറയേ, നമ്മളെന്തിനാ വെറുതെ ഈ നാട്ടിൽ പ്രേതങ്ങളുടെ എണ്ണം കൂട്ടുന്നത്? കണ്ണനിപ്പോൾ ചിരിച്ചത് ശബ്ദമുയർത്തിയാണ്. നാരായണനെ ഭയപ്പെടുത്താൻ വേണ്ടി തന്നെ. അത് ഫലിച്ചു. നാരായണൻ പറഞ്ഞു, ഞാനെല്ലാം പറയാം. എങ്കിൽ പറയ്. കണ്ണൻ മുരണ്ടു. എന്നെ ഉപദ്രവിക്കരുത്, ഞാനൊരു പാവമാണ്. എല്ലാം മാധവൻ മുതലാളി പറഞ്ഞിട്ടാണ്. ഞാനൊരു ജോലിക്കാരനല്ലേ, പറയുന്നത് കേൾക്കാനല്ലേ എനിക്ക് പറ്റൂ. നാരായണൻ പരിഭ്രമത്തോടെയാണ് അത് പറഞ്ഞത്. നന്ദിനിയെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചു എന്ന് പറയാൻ പറഞ്ഞതാരാ? മാധവൻ മുതലാളി. ഞാനിത് എവിടെ വേണോ പറയാം. എൻ്റെ ജോലി പോയാലും കുഴപ്പമില്ല. അന്ന് കവലയിൽ വന്ന തടിയന്മാർ ആരാ? നന്ദിനിയുടെ ബന്ധുക്കളാണോ? അവരെ മാധവൻ മുതലാളി കൊണ്ടുവന്നതാ. അതിലൊരാൾക്ക് കുമാരേട്ടൻ്റെ ഭാര്യയുമായി എന്തോ ഒരകന്ന ബന്ധമുണ്ട്. കണ്ണൻ ഒന്ന് അമർത്തി മൂളി. അപ്പോ താൻ സംശയിച്ചതുപോലെ തന്നെ എല്ലാത്തിനും പിന്നിൽ മാധവൻകുട്ടിയാണ്. സ്വന്തം മകളെ എന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി 3-ാം കിട പണിയുമായി ഇറങ്ങിയിരിക്കുകയാണ് അയാൾ. നിങ്ങൾ വെറും ഉപകരണം. പിന്നിലാരെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നിങ്ങൾ പോയിക്കോ, കണ്ണൻ നാരായണനോട് പറഞ്ഞു. തന്നെ തല്ലാതെ വിട്ടതിൽ കണ്ണനോട് നാരായണന് നന്ദി തോന്നി. അതുകൊണ്ട് ഇതുകൂടി അയാൾ പറഞ്ഞു. നന്ദിനി കൊച്ച് ജീവനോടെ തിരിച്ചു വന്ന ഈ പറഞ്ഞുണ്ടാക്കിയതൊക്കെ പൊളിയുമെന്ന് മാധവൻ മുതലാളി അറിയാം. അതുകൊണ്ട് കണ്ണൻ ഉദ്യോഗത്തോടെ ചോദിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് നന്ദിനിയെ തട്ടിക്കളയാനാ മാധവൻ മുതലാളിയുടെ പ്ലാൻ. അപ്പോൾ മാധവൻ മുതലാളി ഉണ്ടാക്കിയ കഥകളൊക്കെ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ അങ്ങനെ തന്നെ നിൽക്കുമല്ലോ. നാരായണൻ പറഞ്ഞത് കേട്ട് കണ്ണൻ ഞെട്ടി. തന്റെ നിരപരാധിത്വം തെളിയിക്കണമെങ്കിൽ നന്ദിനി വാ തുറക്കണം. അവൾ തന്നെക്കുറിച്ച് ഒരിക്കലും മോശമായി പറയില്ല. അവൾക്ക് വാ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ അടഞ്ഞു പോകുന്നത് കാത്തുവിലേക്കുള്ള തന്റെ വാതിലാണ്. അത് സംഭവിച്ചുകൂടാ. നന്ദി നാരായണേട്ടാ ഇത് പറഞ്ഞതിന്. അതും പറഞ്ഞ് കണ്ണൻ ധൃതിയിൽ മുന്നോട്ട് നടന്നു. കുഞ്ഞേ, ഞാനാണിത് പറഞ്ഞതെന്ന് ആരോടും പറയരുതേ. നാരായണൻ നടന്നു പോകുന്ന കണ്ണനെ നോക്കി വിളിച്ചു പറഞ്ഞു. ഇല്ല. അതും പറഞ്ഞ് കണ്ണൻ ആ കട്ട പിടിച്ച ഇരുട്ടിലേക്ക് നടന്നു മറഞ്ഞു. പൂപ്പാടത്താണ് താലൂക്ക് ഹോസ്പിറ്റൽ. ചെമ്പകത്തോപ്പിൽ നിന്ന് ബസ്സിൽ 40 മിനിറ്റ് യാത്രയുണ്ട് പൂപ്പാടത്തെ ഹോസ്പിറ്റലിലേക്ക്. ചെമ്പകത്തോപ്പിൽ ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ടെങ്കിലും ഡോക്ടർ വല്ലപ്പോഴുമേ വരൂ. അവിടെ കിടത്തി ചികിത്സയില്ല. പനിക്കും ജലദോഷത്തിനുമുള്ള മരുന്നും ഇഞ്ചക്ഷനും മാത്രമേ അവിടെ നിന്ന് കിട്ടൂ എന്നതിനാൽ ഗൗരവമുള്ള കേസുകളൊക്കെ നേരെ പൂപ്പാടത്തെ താലൂക്ക് ആശുപത്രിയിലേക്കാണ് വരുന്നത്. നന്ദിനിയും ഇപ്പോൾ അവിടെയാണ്.
നന്ദിനിയുടെ അവസ്ഥ ഒന്നും പറയാറായിട്ടില്ല. ഒരുപാട് രക്തം നഷ്ടപ്പെട്ടതല്ലേ. എന്നാലും ഡോക്ടർമാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ ഡോക്ടർമാർ ഏതറ്റം വരെയും പോകും. അതിലാണ് ചെമ്പകത്തോപ്പുകാരുടെ പ്രതീക്ഷ. നാട്ടുകാരിൽ പലരും താലൂക്ക് ആശുപത്രിയുടെ പരിസരത്തുണ്ട്. അതിൽ ഒരു കൂട്ടർ ഒരു മരണവാർത്ത പ്രതീക്ഷിച്ചു നിൽക്കുന്നവരാണ്. മരണത്തെ ആഗ്രഹിക്കുന്ന, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വിഭാഗം സാഡിസ്റ്റുകളുണ്ട്. എല്ലാ അപകട സ്ഥലത്തും അവരെ കാണാം. അവർക്ക് എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാകണം, അത് നാലാളോട് പറഞ്ഞൊരു സംതൃപ്തി കിട്ടണം, അതാണ് ആഗ്രഹം. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുതരം മനോരോഗമാണത്. ഇപ്പോൾ നന്ദിനിക്ക് ഒരു പ്രശ്നവുമില്ല. അവൾ ഓക്കെയാണെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ ആ നിമിഷം ഈ മനോരോഗികൾ ഡോക്ടറെ ചീത്ത വിളിച്ചുകൊണ്ട് പിരിഞ്ഞു പോകും. മരിച്ചു എന്ന ഒരു വാക്കിന് വേണ്ടി ആകാംക്ഷയോടെ കൂടി നിൽക്കുകയാണ് മേൽപ്പറഞ്ഞ മനോരോഗികളായ ആൾക്കാർ. നാളെ ഒരു കാലത്ത് യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർ തന്നെ കുമാരനോടും നന്ദിനിയോടും പറയും, അന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഉറക്കമിളയ്ക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്ന്. എന്തൊരു കോമഡിയാണ് ഈ ജീവിതം. തണുപ്പ് വീണു തുടങ്ങിയപ്പോൾ ഒരു ചായ കുടിക്കാൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതാണ് ഗിരീഷ്. നന്ദിനിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന വിവരമറിഞ്ഞ് അപ്പോൾ തന്നെ ഓടി വന്നതാണ് ഗിരീഷ്. അവന് കുറ്റബോധമുണ്ടായിരുന്നു. താൻ കാരണമാണല്ലോ ഇതെല്ലാം. എത്ര മാപ്പ് പറഞ്ഞാലും ഈ മുറിവുണങ്ങില്ല. 100 ഗംഗയിൽ മുങ്ങിക്കുളിച്ചാലും ഈ പാപം തീരുകയുമില്ല. നന്ദിനി ജീവനോടെ തിരികെ വരാൻ അവൻ നേരാത്ത നേർച്ചകളില്ല. ഇപ്പോൾ ഡോക്ടർമാർ പ്രതീക്ഷയുണ്ട് എന്നൊരു വാക്ക് ബന്ധുക്കൾക്ക് കൊടുത്തതറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ പകലിലെ വിശപ്പിനെ മറികടക്കാനായി ഒരു ചായയ്ക്ക് വേണ്ടി ഗിരീഷ് പുറത്തേക്കിറങ്ങിയത്. ഇതുവരെ ആഹാരം തൊണ്ടയിൽ നിന്ന് താഴേക്കിറങ്ങാത്ത മാനസികാവസ്ഥയായിരുന്നുവല്ലോ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ശശിമേശ്വരിയും സിദ്ധുവും ഷാജഹാനും ഒക്കെയുണ്ട്. അവരൊക്കെ തീർച്ചയായും നന്ദിനിയെ ജീവനോടെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നവരാണ്. അവരാത്മാർത്ഥമായിട്ടാണ് കൂടെ നിൽക്കുന്നത്. അവർക്ക് അങ്ങനെയേ പറ്റൂ. കുമാരേട്ടനെ കാണാൻ വയ്യ. കരഞ്ഞ് കരഞ്ഞ് തളർന്ന് കിടക്കുകയാണ് ആ പാവം. നന്ദിനിയെ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വൃദ്ധൻ ജീവിച്ചിരിക്കില്ല. അതോർത്തപ്പോൾ ഗിരീഷ് നടുങ്ങി. താൻ കാരണമാണല്ലോ ഇതെല്ലാം എന്ന കുറ്റബോധം അവനെ കൊതുകുകളെ പോലെ പൊതിഞ്ഞുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിന് മുന്നിലുള്ള തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ ചുമലിൽ ഒരു കൈ പതിഞ്ഞതായി ഗിരീഷിന് തോന്നിയത്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പിന്നിൽ കണ്ണൻ. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഗിരീഷ് ചോദിച്ചു. ഞാൻ വന്നാലെന്താ? നിന്നെക്കുറിച്ച് ഇവിടെ മുഴുവൻ ചർച്ചകളാ. നീ ആ നന്ദിനിയെ ഈ അവസ്ഥയിലാക്കിയതെന്നും പറഞ്ഞ്. നിന്നെ കണ്ടാൽ നാട്ടുകാർ പ്രശ്നമുണ്ടാക്കും. ആശങ്കയോടെ ഗിരീഷ് പറഞ്ഞു. നാട്ടുകാരെ പോകാൻ പറ, കണ്ണൻ പുച്ഛത്തോടെ പറഞ്ഞു. അവൻ തുടർന്നു. നന്ദിനിയെ ഞാൻ ചതിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കുമാരേട്ടൻ പറഞ്ഞോ? ഇല്ല. നന്ദിനിയോ? അവൾക്ക് ബോധം വന്നില്ലല്ലോ. ബോധം വന്നാലും അവൾ അങ്ങനെയൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതവൾക്കറിയാം. അവൾക്ക് മാത്രമേ അറിയൂ. പക്ഷെ അവിടെയാണ് ഒരു അപകടം. എന്തപകടം? ഗിരീഷ് ചോദിച്ചു. നന്ദിനി ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ കൊടുങ്ങും. അതിനവൾ രക്ഷപ്പെടുമെന്നാണല്ലോ ഡോക്ടർമാർ പറഞ്ഞത്. രക്ഷപ്പെട്ടില്ലെങ്കിലോ? നന്ദിനി രക്ഷപ്പെടേണ്ട എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഞാൻ ആഗ്രഹിക്കുമോ? അവളെ എന്നേക്കുമായി ഉറക്കിക്കളഞ്ഞാൽ പഴിയെല്ലാം എൻ്റെ മീതെയാകില്ലേ? നീ ആലോചിച്ചു നോക്ക്. അത് ശരിയാണ്. പക്ഷെ ആരാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യപ്പെടുക? എന്തു നേട്ടമാണ് അതിൽ നിന്ന് അവർക്ക് കിട്ടുക? ആലോചിച്ചിട്ട് എനിക്ക് നീ പറയുന്നതൊക്കെ മണ്ടത്തരമായാണ് തോന്നുന്നത്. ഗിരീഷ് പറഞ്ഞു. എടാ, മാധവൻകുട്ടിയാണ് ഇതിന് പിന്നിൽ. അയാളാണ് ഈ കള്ളക്കഥകളൊക്കെ നാരായണനെ കൊണ്ട് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇത് സത്യമല്ലെന്ന് നാട്ടുകാർ വിശ്വസിക്കണമെങ്കിൽ നന്ദിനി ജീവനോടെ തിരികെ വന്ന് പറയണം. അവൾ തിരികെ വരുമല്ലോ? ഇല്ലടാ, കണ്ണൻ പറഞ്ഞു. അത് കേട്ട് ഗിരീഷ് ഞെട്ടി. അവൻ ചോദിച്ചു, നീ എന്താ ഈ പറഞ്ഞത്? സത്യമാടാ, കണ്ണൻ പറഞ്ഞു. അവളെ ഹോസ്പിറ്റലിൽ വച്ച് കൊല്ലാനാ മാധവൻകുട്ടിയുടെ പ്ലാൻ. അവൾ മരിച്ചാൽ കാര്യമെല്ലാം മാധവൻകുട്ടി പറഞ്ഞു പരത്തിയതുപോലെ ആകുമല്ലോ. നീ പേടിക്കണ്ടാ. നന്ദിനിയുടെ അമ്മ, കല്യാണിയുടെ ബന്ധുക്കൾ ഹോസ്പിറ്റലിലുണ്ട്. അവരെ മറികടന്നാരും നന്ദിനിയെ തൊടില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. ഗിരീഷ് കണ്ണനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അവരാടാ നന്ദിനിയുടെ ഘാതകർ. കണ്ണൻ അത് പറഞ്ഞത് കേട്ട് ഗിരീഷ് ഞെട്ടി. നീ എന്താ പറഞ്ഞത്? അവർ മാധവൻകുട്ടി കാശ് കൊടുത്തിറക്കിയ ആൾക്കാരാടാ. ഒരുത്തന് എന്തോ ഒരു അകന്ന ബന്ധമുണ്ട്. പക്ഷെ മാധവൻകുട്ടി കൊണ്ടുവന്നതാ. നന്ദിനിയെ കൊല്ലാനാ ഇപ്പോഴത്തെ അവരുടെ പ്ലാൻ. ഇതൊക്കെ ഞാൻ നാരായണൻ പറഞ്ഞറിഞ്ഞതാ. കണ്ണൻ പറഞ്ഞത് കേട്ട് ഗിരീഷ് തരിച്ചു നിന്നു. എങ്കിൽ വാടാ, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. അവന്മാർ നമ്മുടെ നന്ദിനിയെ കൊല്ലും. കയ്യിലിരുന്ന ചായ ഗ്ലാസ് ചായത്തട്ടിലേക്ക് വച്ച് കാശും കൊടുത്ത ശേഷം ഗിരീഷ് വെപ്രാളത്തോടെ മുന്നിലേക്ക് നടന്നു. പിന്നാലെ കണ്ണനും.